മെഡിക്കൽ പ്രവേശന പരീക്ഷ ഏകീകരിക്കാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനം. രാജ്യത്തൊട്ടാകെ ഒറ്റ പൊതുപ്രവേശന പരീക്ഷ മതിയെന്നാണ് മെഡിക്കൽ കൗൺസിലിന്റെ തീരുമാനം. ക്രമക്കേടുകൾ ഒഴിവാക്കാനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് കൗൺസിൽ അംഗം ഡോക്ടർ ഫസൽ ഗഫൂർ വിശദീകരിച്ചു. കൗൺസിലിന്റെ തീരുമാനത്തോടെ സംസ്ഥാനങ്ങളും മാനേജ്മെന്റ് കൺസോർഷ്യങ്ങളും നടത്തിവന്ന പ്രവേശന പരീക്ഷകൾ ഇല്ലാതാകും. പ്രവേശന പരീക്ഷകളിൽ ക്രമക്കേട് നടക്കുന്നതായുള്ള ആരോപണങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനം. ഇതുപ്രകാരം രാജ്യത്താകമാനമുള്ള സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശനത്തിനായി ഏകീകൃത പരീക്ഷ കൗൺസിൽ നടത്തും. അതിലെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം പ്രവേശനം നൽകാനേ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ളവർക്ക് കഴിയുകയുള്ളൂ. അടുത്ത വർഷം മുതൽ തീരുമാനം നടപ്പിലാക്കും. കൗൺസിൽ തീരുമാനം വിശദീകരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് ഉടൻ കത്ത് നൽകും. മെഡിക്കൽ കൗൺസിൽ ഏകീകൃത പൊതുപ്രവേശന പരീക്ഷ നടത്താൻ തീരുമാനിച്ചതായി കൗൺസിൽ അംഗം ഡോക്ടർ ഫസൽ ഗഫൂർ സ്ഥിരീകരിച്ചു. അവിടുത്തെ സ്റ്റാൻഡേർഡ് അങ്ങനെ കൂട്ടാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എൻട്രി പോയിന്റിൽ ഇടപെടുക. ഇതുവരെ MCI എൻട്രി പോയിന്റിൽ ഇടപെട്ടിട്ടില്ല. MCI പറയുന്നത് 50% മാർക്ക് എന്ന ക്വാളിഫിക്കേഷൻ. നിങ്ങൾ എങ്ങനെ ക്വാളിഫയിങ് എക്സാമിനേഷൻ നിങ്ങൾ തീരുമാനിച്ചോ? അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ള പോളിസിയിലോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചും നമുക്കത് സ്വാഗതം ചെയ്ത പക്ഷേ ഇതിന് ഒരുപാട് കുടുക്കുകളുണ്ട് ഇതിൻ്റെ വഴിയിൽ. അതേസമയം ന്യൂനപക്ഷ പദവിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ്, സംവരണം എന്നീ വിഷയങ്ങൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനത്തെ നിയമക്കുരുക്കിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.